അവരുടെ അവസ്ഥ ഉള്ളത് പറയാലോ. നിങ്ങളെപ്പോഴത്തെ അധഭാഗ്യവന്മാരിപ്പോ വേറെ ഇല്ല. അത് അവസാനം വന്ന് നിങ്ങൾക്ക് നല്ലൊരു പണിയായിട്ട് മാറിയിട്ടുണ്ട്. പൊട്ടിക്കഴിഞ്ഞാലോ 10ാം ക്ലാസ്സിലത്തെ 2027 10ലും പെട്ട്, അവിടെയും പെട്ട്. 8ാം ക്ലാസ്സുകാരെ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടി. എന്താണ് ഫസൽ സാറെ പണി? എനിക്കത് ആലോചിക്കുമ്പോ തോന്നുന്നുണ്ട്. അവരുടെ അവസ്ഥ ഉള്ളത് പറയാലോ. നിങ്ങളെപ്പോഴത്തെ അധഭാഗ്യവന്മാരിപ്പോ വേറെ ഇല്ല. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അതെ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കുറച്ച് മുമ്പ് ഒരു അപ്ഡേറ്റ് തന്നിരുന്നു. അത് നിങ്ങളൊക്കെ അറിയിച്ച കാര്യമാണ്, കുറെ ആൾക്കാർക്ക് അറിയാം. പക്ഷെ അതിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യങ്ങളോട് പറയാണ്ട്, അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചോ. പ്രധാനപ്പെട്ട ന്യൂസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ശ്രീമത് സാറെങ്കിൽ തുടങ്ങിക്കോളി. അതായത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവർക്കും 30% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ 8ാം ക്ലാസ്സിൽ, അല്ലെ? അപ്പോൾ ആ ഒരു അറിയിപ്പ് വന്നതിന് ശേഷം അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾ അറിയിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് അവസാനം വന്ന് നിങ്ങൾക്ക് നല്ലൊരു പണിയായിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് സംഭവം? സംഭവം എന്താ വെച്ചാല്, ചുരുക്കം പറയും ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പണി കിട്ടുമ്പോ നമുക്കത് കുഴപ്പമില്ല. നമുക്ക് മാത്രം പണി കിട്ടുമ്പോ സങ്കടം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇപ്പൊ നിലവിൽ 9ാം ക്ലാസ്സിലുള്ളവർക്കും 10ാം ക്ലാസ്സിലുള്ളവർക്കും ആ 30% കണക്ക് ബാധകമല്ല. 8ാം ക്ലാസ്സിലുള്ള എങ്ങൾക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു അധ്യയന വർഷം പാസ്സാവാണെങ്കിൽ 8ാം ക്ലാസ്സിൽ 30% മാർക്ക് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ വാങ്ങിയിരിക്കണം. അഥവാ വാങ്ങിയില്ലെങ്കിലോ പൊട്ടിക്കഴിഞ്ഞാലോ നിങ്ങൾ 10ാം ക്ലാസ് ഒരു SLC ഫെയിൽ ആയി കഴിഞ്ഞാൽ എഴുതുന്ന പോലെ പരീക്ഷ എഴുതി പാസ്സാവണം. പരീക്ഷ എഴുതിയിട്ട് ആ വർഷം തന്നെ തീരുമാനവും എഴുതേണ്ടി വരും. പരീക്ഷ എഴുതി പാസ്സായാലും നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു ഫൈനൽ എക്സാം എഴുതുന്ന പോലെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ 8ാം ക്ലാസ്സിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നിങ്ങളെ തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നതാണ്, ലാഘവത്തിൽ എടുക്കേണ്ട, ഹൈസ്കൂളാണ്, പണി വരാനുണ്ട്. ആ പണിയാണ് ഇപ്പൊ 8ന്റെ പണിയായിട്ട് നിങ്ങൾക്ക് അവിടെ തീരുന്നില്ല. 8 എങ്ങനെങ്കിലും അവർ പാസ്സായിട്ട് 9ാം ക്ലാസ്സിൽ എത്തി. 9ാം ക്ലാസ്സിൽ വീണ്ടും തന്നെ അവസ്ഥ. 9ാം ക്ലാസ്സിൽ നിങ്ങൾ എത്തുന്ന സമയത്ത് അവിടെ 30% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പാസ്സാവാൻ പോകുന്നുള്ളൂ. 10ാം ക്ലാസ്സിലത്തെ 2027 10ലും പെട്ട്, അവിടെയും 30% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ്സാവാൻ പറ്റുള്ളൂ. നമ്മള് പണ്ട് ആടിൽ ഡ്യൂഡ് പറഞ്ഞാൽ ഏത് ആറ്റുമ്പോ കൊണ്ട് നമ്മുടെ തലേക്ക് വീണ 8ാം ക്ലാസ്സിന്റെ അവസ്ഥ. 8ാം ക്ലാസ്സുകാരെ നിങ്ങൾ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ 8ാം ക്ലാസ്സുകാർക്ക് 8ന്റെ പണി കിട്ടി എന്ന് പറയാനുള്ള കാരണം. പക്ഷെ നിങ്ങൾ ഒരു കാര്യത്തിൽ ഭാഗ്യവാന്മാരാ. 8ാം ക്ലാസ് തന്നെ ഇവര് സീരിയസ് ആയിട്ട് പഠിച്ചിരുന്ന ആൾക്കാരായിരിക്കും. പാസ് ആവാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാർ. ഉറപ്പായിട്ടും അവർക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ പ്ലസ് വൺ പ്ലസ് ടു സിസ്റ്റം ആണ് എന്ന് മിനിമം മാർക്ക് എന്ന സംഭവം പ്ലസ് വൺ പ്ലസ് ടു ഓൾറെഡി ഉണ്ട്. അപ്പൊ അതും എളുപ്പമാവും. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എളുപ്പമാവും. നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടാവും, നല്ല ബേസ് കിട്ടും. 8, 9, 10 നല്ല അടിപൊളി ബേസ് കിട്ടും. അത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുകയുള്ളൂ, എന്തായാലും മോശമാവില്ല. കാരണം ബേസിലാണ് പാസ്സാവില്ല, ഒരിക്കലും പാസ്സാവില്ല. ഇനി കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ബേസ് കിട്ടും, നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ കപ്പാസിറ്റി ഉള്ള മക്കളായിട്ട് മാറും. അത് നിങ്ങൾ സന്തോഷിച്ചോളി. നമുക്ക് വിദ്യാഭ്യാസം അഭ്യസിക്കണ്ടേ, അതാണ് മെയിൻ കാര്യം. ഇനി ഇവര് പേടിക്കുന്നുണ്ടാവും, സാറേ ഇപ്പൊ 30% കിട്ടണം, ഞങ്ങൾ ഇനിയിപ്പോ പാസ് ആവോ, ഞങ്ങൾ തോറ്റു പോകുന്നൊക്കെ പേടിയുണ്ടാവും. എന്തിനാ ഫിയർ? അത് എന്ത് ഫിയർ? അപ്പൊ നമ്മുടെ ഏകൺ കൂടെ ഉണ്ടാവും. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, വളരെ ചെറിയൊരു ഓഡിയൻസ് ആണ് ഇപ്പൊ ഇത് കാണുന്നത്. അവർ മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട്, മക്കളെ നമ്മുടെ കൂടെ ഏകൺ ഉണ്ട്, നല്ലൊരു പണി വരുന്നുണ്ട്, പക്ഷെ ആ പണിയിലൊന്നും നമ്മൾ തളരാൻ പാടില്ലെന്നും പറഞ്ഞ് എല്ലാവരിലേക്ക് എത്തിക്കേണ്ട നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. അതായത് ഏകന്റെ കണ്ടന്റ് വീഡിയോസ്, ലൈവ്, അതുപോലെ ഷോർട്ട് വീഡിയോസ്, ഇതൊക്കെ വരിക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് തരും. നിങ്ങളെ ഫുൾ മാർക്ക് അടിക്കും. അത്രേ ഉള്ളൂ. NMS വരാനുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നേരത്തെ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരിലേക്ക് എത്തിക്കുക. ബാക്കി ഞങ്ങൾ ഏറ്റു അല്ലേ? പക്ഷെ ഇത് പാസ് മാർക്ക് അല്ല, ഫുൾ മാർക്ക് കിട്ടിയാലും മാസം വിളിച്ച് നമ്മൾ കഴിച്ചിലാക്കും. പിന്നെ അതിനല്ല ഏകമ്പടെ. അപ്പൊ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഒക്കെ ആദ്യം എത്തിക്കുന്ന ആരാ? ഏകനാണ്. അപ്പൊ ഏകന്റെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.